പിയുടെ ആത്മകഥാ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് കൈമാറി. കോട്ടയം SP ഷാഹുൽ ഹമീദ് DGPക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗൂഗിൾ, റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? രാധാകൃഷ്ണ, പ്രധാനമായിട്ടും രവി DCയുടെയും അതോടൊപ്പം തന്നെ DC ബുക്സിലെ ജീവനക്കാരുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതുകൂടാതെ DC ബുക്സിൽ അവിടുത്തെ രേഖകളൊക്കെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും EP ജയരാജനുമായി ബന്ധപ്പെട്ട് ആ ആത്മകഥയുടെ പ്രസിദ്ധീകരണത്തിൽ കരാർ വെച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവർ സൂചിപ്പിച്ചത് DCയൊക്കെ അടക്കം മൊഴി നൽകിയതുപോലെ കരാറില്ലായിരുന്നു, ആ ഒരു വാക്കാലുള്ള ധാരണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള വസ്തുതകളൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ളൊരു റിപ്പോർട്ടാണ് നിലവിൽ ഷാഹുൽ ഹമീദ് SP തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ അത് DGPക്ക് കൈമാറുന്നത് പറഞ്ഞിരുന്നു. അല്പസമയം മുമ്പ് DGPക്ക് റിപ്പോർട്ട് കൈമാറിയതായിട്ടാണ് നിലവിൽ പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളുന്നത് DGP ആയിരിക്കും. ഇതിൽ തുടർ അന്വേഷണം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമെടുക്കുക സംസ്ഥാന പോലീസ് മേധാവി തന്നെയായിരിക്കും. കോട്ടയം SPയെ ഏൽപ്പിച്ചിരുന്നത് ഇതിന്റെ പ്രാഥമിക വിവരശേഖരണം മാത്രമായിരുന്നു. EP ജയരാജൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് ഇതിന്റെ പ്രാഥമികമായ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമായിരുന്നു DGP കോട്ടയം SPക്ക് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി 20-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ DC രവി ഇവിടെ ഇല്ലായിരുന്നത് കൊണ്ട്, അദ്ദേഹം കേരളത്തിലെത്തിയത് വൈകിയായതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തതിന് ശേഷം ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ ഏതു വിധത്തിലായിരിക്കും എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. രാധാകൃഷ്ണ, ഗൂഗിൾ, ഇതുമായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ആത്മകഥയ്ക്ക് കരാറുണ്ടോ, ആ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ രവി DC അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി എന്ന് പറയുമ്പോഴും DC ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അതല്ല മൊഴി എന്ന രീതിയിൽ തന്നെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ DC ബുക്സിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ സാധിച്ചു എന്നതാണോ അതിൻ്റെ സൂചന? നിലവിൽ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ EP ജയരാജൻ പൂർണ്ണമായിട്ടും കരാറൊന്നും ഉണ്ടായിട്ടില്ല. മാതൃഭൂമിയും അതോടൊപ്പം തന്നെ DCയും സമീപിച്ചിരുന്നു, പക്ഷെ ആർക്കും കരാർ നൽകിയിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നും ഇതേ രീതിയിൽ തന്നെയാണ്, കരാറൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ലഭിച്ചതെന്ന് പോലീസ് വൃത്തങ്ങൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിനുശേഷം ആണ് DC രവിയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തിയത്. അതിനുശേഷവും പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളാണ് ഇത്തരത്തിൽ കരാർ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് DC രവിയുടെ മൊഴി ഉണ്ടായിരുന്നത്. വാക്കാലുള്ള ധാരണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പോലീസ് വൃന്ദങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത്. പക്ഷേ അതേസമയം തന്നെ ഈ നിലവിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു മൊഴി നൽകിയെന്നുള്ള വാർത്തയെ പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ട് അതിനുശേഷം DC ബുക്സും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥ മൊഴി ഏത് വിധത്തിലാണെങ്കിൽ കൂടിയിട്ടും അല്ലെങ്കിൽ കരാറില്ലായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും DC അതിനെ നിഷേധിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചുള്ള തുടർ നടപടികളും ഉണ്ടായേക്കും. EP ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ DC ബുക്സിൽ നിന്ന് എടുത്ത വിശദമായ മൊഴി അടക്കമുള്ള പ്രാഥമിക റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുകയാണ് കോട്ടയം റൂറൽ SP. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശ് പങ്കുവച്ചത്.